മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ ജില്ലയിൽ നിന്നും പുറത്തുവരുന്നത്. ബന്ധങ്ങളുടെ പവിത്രതയും സ്നേഹവും എവിടെയാണ് വഴിമാറി പോകുന്നതെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ദാരുണ സംഭവം. സ്വന്തം പിതാവ് കല്ലുകൊണ്ട് തലക്കടിച്ച് മരിക്കുന്നത് നേരിൽ കാണേണ്ടി വന്ന ഒരു 5 വയസ്സുകാരൻ. ഒരു രാത്രി മുഴുവൻ ആ കുരുന്നിന് കാവലിരിക്കേണ്ടി വന്നത് തന്റെ അച്ഛന്റെ തണുത്ത മൃതദേഹത്തിനായിരുന്നു. ഒരു അവിഹിത ബന്ധത്തിന്റെ പേരിൽ തകർന്നുപോയ ഒരു കുടുംബം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായ ഗാന്ധിയുടെ മരണത്തിന് പിന്നിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത്. തിങ്കളാഴ്ച രാത്രി അന്നമയ്യ ജില്ലയിലെ ബോയ്ക്കൊണ്ട യനാടി പാളയത്തെ കനത്ത വനമേഖല. നിശബ്ദമായ വനത്തിനുള്ളിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ഗാന്ധി എന്ന 45-കാരൻ ക്രൂരമായി കൊല്ലപ്പെടുന്നു. കൊലയാളി മറ്റാരുമല്ല, ഗാന്ധിയുടെ ഭാര്യ രാസാത്തിയുടെ കാമുകനായ നരസിംഹലു ആയിരുന്നു. എന്നാൽ ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നത് ആ പിതാവിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ 5 വയസ്സുകാരനായ മകനാണ്. നരസിംഹലുവും കൂട്ടാളികളും ചേർന്ന് ഗാന്ധിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുമ്പോൾ ആ കുഞ്ഞ് അലറിക്കരയുന്നുണ്ടായിരുന്നു. പ്രാണരക്ഷാർത്ഥം ആ കുട്ടി ഓടിക്കയറിയത് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്കാണ്. അവിടെ ഒളിച്ചിരുന്ന് തന്റെ അച്ഛന്റെ ജീവൻ പോകുന്ന കാഴ്ച ആ കുഞ്ഞിനെ കാണേണ്ടി വന്നു. എങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. തമിഴ്നാട് സ്വദേശിയായ ഗാന്ധിയും ഭാര്യ രാസാത്തിയും സമാധാനപരമായ ജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ അടുത്തിടെ രാസാത്തി നരസിംഹലു എന്ന ആളുമായി പ്രണയത്തിലായി. കുടുംബവും കുട്ടികളെയും ഉപേക്ഷിച്ച് അവൾ നരസിംഹലുവിനൊപ്പം അന്നമയ്യ ജില്ലയിലേക്ക് താമസം മാറി. തന്റെ പ്രിയപ്പെട്ടവളെ തിരക്കി ഗാന്ധി അലയുകയായിരുന്നു. ഒടുവിൽ രാസാത്തി അന്നമയ്യ ജില്ലയിൽ ഉണ്ടെന്നറിഞ്ഞ ഗാന്ധി തന്റെ 5 വയസ്സുള്ള മകനെയും കൂട്ടി അവിടേക്ക് തിരിച്ചു. തന്റെ മക്കൾക്ക് അമ്മയെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കണം ആ പിതാവ് അവിടേക്ക് യാത്ര തിരിച്ചത്. അന്നമയ്യയിലെത്തിയ ഗാന്ധി നരസിംഹലുവിനെ നേരിൽ കണ്ടു. ഭാര്യയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് നരസിംഹലു ഗാന്ധിയെ വിശ്വസിപ്പിച്ചു. ചതി മനസ്സിലാക്കാതെ ഗാന്ധി ആ വാക്കുകൾ വിശ്വസിച്ചു. മദ്യപിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നരസിംഹലുവും 2 കൂട്ടാളികളും ചേർന്ന് ഗാന്ധിയെയും മകനെയും വനമേഖലയിലേക്ക് കൊണ്ടുപോയി. ജനവാസമില്ലാത്ത വനത്തിനുള്ളിൽ എത്തിയപ്പോൾ നരസിംഹലു തന്റെ യഥാർത്ഥ ഭാവം പുറത്തെടുത്തു. മദ്യലഹരിയിലായിരുന്ന ഗാന്ധിയെ അവർ വളഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വലിയൊരു കല്ലെടുത്ത് നരസിംഹലു ഗാന്ധിയുടെ തലക്കടിച്ചു. ചോരയിൽ കുളിച്ച് ഗാന്ധി നിലത്തു വീഴുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മരണവും സംഭവിച്ചു. പ്രതികൾ കൊലപാതകം നടത്തി അവിടെ നിന്നും കടന്നു കളഞ്ഞു. എന്നാൽ ആ കാട്ടിൽ അച്ഛന്റെ മൃതദേഹത്തിനരികെ ആ കുഞ്ഞ് തനിച്ചായി. ഭയന്ന് വിറച്ച കുട്ടി രാത്രി മുഴുവൻ പിതാവിന്റെ മൃതദേഹത്തിന് കാവലിരിക്കുകയായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ഉച്ചയും ഇരുട്ടും ആ കുഞ്ഞിനെ എത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നേരം വെളുത്തതോടെ ധൈര്യം സംഭരിച്ച് ആ കുട്ടി കാടിന് പുറത്തേക്ക് ഇറങ്ങി. അടുത്തുള്ള ഗ്രാമവാസികളെ കണ്ടത് നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അച്ഛനെ അവർ കൊന്നു എന്ന് ആ കുഞ്ഞ് പറയുമ്പോൾ ഗ്രാമവാസികൾ ആദ്യം ഒന്ന് ഞെട്ടി. പിന്നീട് അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞയുടൻ അന്നമയ്യ പോലീസ് സ്ഥലത്തെത്തി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നരസിംഹലുവിനെയും അയാളുടെ 2 കൂട്ടാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗാന്ധിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സംഭവം സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. താൽക്കാലികമായ സുഖങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും മറക്കുന്നവർ സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള തീരാ നഷ്ടങ്ങളാണ്. അനാഥനായ 5 വയസ്സുകാരന്റെ കണ്ണുകളിലെ ഭീതി എന്ന് മാറുമെന്നത് പ്രസക്തമായ ചോദ്യമാണ്. മരണപ്പെട്ട ഗാന്ധിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു.